ഇവരെല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണില്ല. പല ലിഫ്റ്റിലും കയറുമ്പോൾ 13 എന്ന നമ്പർ കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില എനർജി ഉപദ്രവിക്കില്ല, ചില എനർജി ആണെങ്കിൽ അടിച്ചിട്ടിട്ട് പോകും. വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥലത്ത് നിരവധി ആൾക്കാരാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രം വെള്ളയമ്പലം അടുത്ത് ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് വരുത്തുപോക്കുണ്ടായിരുന്നു. ഈ ഒരു ബ്രിഡ്ജ് കയറുന്ന സമയത്തും ബ്രിഡ്ജ് ഇറങ്ങുന്ന സമയത്തും അവിടെ എനർജി സോഴ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഈ പല സ്ഥലങ്ങളിലും, അതായത് ചില വീടുകളിൽ രാത്രി വരുത്തുപോക്കുണ്ട്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. സഞ്ചാര വീതി എന്ന് പറയും, പിശാച് വീതി എന്ന് പറയും. എനർജി നടന്നു പോകുന്ന സ്ഥലമായിരിക്കാം, എനർജി വന്നു പോകുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എനർജിയുടെ പവർ എന്താണോ ആ പവറിനനുസരിച്ച് അവിടെ ഒരു പ്രതിഫലനം ഉണ്ടാവും. വലിയ എനർജി, ചില എനർജി ഉപദ്രവിക്കില്ല, ചില എനർജി ആണെങ്കിൽ അടിച്ചിട്ടിട്ട് പോകും. അവിടെ ആരുണ്ടെങ്കിലും അടിച്ചിട്ടിട്ട് പോകും. വീട്ടിൽ മിക്കവാറും ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കാം. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരി മലപ്പുറം നമ്മുടെ എയർപോർട്ടിനടുത്ത് കൊണ്ടോട്ടി എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഇതുപോലൊരു വീട്ടിൽ ഒരു 9 ചെറുപ്പക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി അവിടെ ബെല്ല് കേൾക്കും, കോളിംഗ് ബെല്ല് കേൾക്കും. ഇവരെല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണില്ല. പിന്നെ ഒരു ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഡോറിൽ ടീം ഡിവൈഡ് ചെയ്ത് ഇരിക്കും ആരാണെന്ന് പിടിക്കാൻ വേണ്ടി. പക്ഷെ കറക്റ്റ് സമയമാകുമ്പോൾ ബെല്ലടിച്ചിട്ട് പോകും. ഇങ്ങനൊരു സ്റ്റോറി നമ്മൾ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൂടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ മാത്രം ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അല്ല, ഇത് ഔട്ട് ഓഫ് ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നല്ല ഫേമസ് ആയിട്ടൊരു സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു അമ്മമ്മയാണ് തോന്നുന്നു, അവരുടെ സോള് വെച്ചാൽ അവരവിടെ താമസിച്ചിരുന്ന വീടാണ്. അതിനുശേഷം ആ വീട് കൈമാറി വന്ന് എല്ലാവരുടെയും ഇതേപോലെ ഒന്ന് ബെല്ലടിക്കുന്ന എക്സ്പീരിയൻസ് ഇത് അവിടെ നിന്ന് ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്ക് വളരെ വേണ്ടപ്പെട്ട 9 പേരിൽ താമസിച്ച വീടാണ്. എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ കുറച്ച് പേര് താമസിച്ച സ്ഥലം. അപ്പോൾ എനിക്കത് വളരെ ക്ലിയർ ആയിരുന്നു. ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു വളരെ സത്യമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പിന്നെ പലർക്കും എന്താ പറയുക, ഈ ബെല്ലടിക്കുന്ന ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് എന്താണെന്ന് സോഴ്സ് കണ്ടെത്തി. അതിനുശേഷം ഒരു ഫാനിൽ മാത്രം ഭയങ്കര സൗണ്ടാണ്. ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു, ആ ഫാന് റിപ്പയർ ചെയ്യുന്നു, ഫാന് വീണ്ടും പുതിയ ഫാന് മേടിച്ചിടുന്നു, പല പരിപാടി നോക്കി, എന്നിട്ടും സൗണ്ടുണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് അവിടെ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്, അതായത് കൊണ്ടോട്ടി എയർപോർട്ട് പണിയാൻ വന്ന കരിപ്പൂര് എയർപോർട്ട് പണിയാൻ വന്ന കുറച്ച് പേര്, അവിടെ പണിക്കാർ, അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്ന ഈ കൊണ്ടോട്ടി ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു. ഇവർ എന്താ ചെയ്തത്, അതിൽ ഏതോ ഒരാൾ അവിടെ സൂയിസൈഡ് ചെയ്തു. എനിക്ക് പൂർണ്ണമായിട്ടും ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ അവിടെ കേട്ടറിഞ്ഞ് ആൾക്കാർ, വളരെ റെപ്യൂട്ടബിളുള്ള ആൾ വന്ന് പറഞ്ഞ കഥയായിരുന്നു ഈ സംഭവം. സോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് പലയിടത്തുണ്ട്. ഈവൻ ട്രിവാൻഡ്രം വെള്ളയമ്പലം അടുത്ത് ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് വരുത്തുപോക്കുണ്ടായിരുന്നു. ഈ പല ക്ഷേത്രത്തിനടുത്തും പോകുമ്പോഴും പല പള്ളിയിലടുത്തും പോകുമ്പോഴും എനർജി ഉണ്ട്, വരുത്തുപോക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു വീട്ടിൽ അമ്മയും മോളും മാത്രം താമസിക്കുന്ന വീടാണ്. അവിടെ അതും വളരെ വേണ്ടപ്പെട്ട എൻ്റെ വളരെ വളരെ ക്ലോസ്ഡായിട്ട് നിൽക്കുന്നൊരു സുഹൃത്തിൻ്റെ വീടായിരുന്നു. പുള്ളിക്കാരൻ ഒരു സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ രാത്രി ഭയങ്കര സൗണ്ട് കേൾക്കും, അത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അത് പൂർണ്ണമായിട്ടും മാറി. അവരെന്തൊക്കെ സൊല്യൂഷൻ കണ്ടു, അത് മാറി. പല ആൾക്കാരും പല ടൂളും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഈ കുതിരലാടമില്ലേ, നമ്മുടെ ഹോസ് ഷൂ എന്ന് പറയും, ഈ കുതിരലാടം മേടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എനർജീസ് അവരെ ഒന്നും ടച്ച് ചെയ്യില്ല എന്നും പറയും. ഒരുപാട് പല അവരുടെ മതങ്ങൾക്കനുസരിച്ച് പല സംഭവങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു എനർജി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അമ്പലത്തിനടുത്ത്, അതെന്തായിരുന്നു? ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റുള്ള 2 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളം വളരെ ഫേമസ് ആണ് എൻ്റെ നാട്ടിൽ. ഒരു ചിറയാണ്, വലിയ കുളമാണ്. അപ്പോൾ ആ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥലത്ത് നിരവധി ആൾക്കാരാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ വിചാരിക്കും ഈ പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്ന, കൃത്യമായിട്ട് ആ ചിറയുടെ ഒരു ഭാഗത്ത് ഈ നീരാടും ആറാട്ടും അതൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ചിറയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ആൾക്കാരെ എന്തോ അട്രാക്റ്റ്, ആ ഒരു ഭാഗത്താണ് എപ്പോഴും ആൾക്കാർ മരണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു സമയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കല്യാണമായിരുന്നു.
കല്യാണത്തിന് ഈ കല്യാണക്കുറികളൊക്കെ കൊടുക്കുന്ന ഒരു സമയം, ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് ആ വഴി വരുന്ന സമയമാണ്. അടുത്ത ദിവസം കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ശവം പൊങ്ങി കിടക്കുന്നതാണ് ആ കുളത്തിൽ. കൂടെ ബൈക്കും ഇൻവിറ്റേഷൻ കാർഡും ഉൾപ്പെടെ കാര്യങ്ങൾ കുളത്തിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു. അതായിരുന്നു അവസാനമായിട്ട് അവിടെ ഉണ്ടായ മരണം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നിരവധി മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഈ ഒരു കുളത്തെ പറ്റിയിട്ടാണെങ്കിലും കൂടുതൽ ആൾക്കാരും ഇപ്പോൾ അടുത്ത ആൾക്കാർ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് പോവാണ്, ഞാൻ അവിടെ പോയി മരിക്കും, ഈ സൂയിസൈഡ് പോയിൻ്റൊക്കെ പോലെ തന്നെ. പക്ഷെ അവിടെ ഇതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ആചാരപരമായിട്ട് നീരാട്ട് ആറാട്ടതൊക്കെ നടക്കുന്നുണ്ട്. അതിന് ക്ഷേത്രകുളം തന്നെയാണ്. പക്ഷേ ഒരു ഭാഗത്ത് ഇതേപോലെ നിരവധി മരണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്വാഭാവികമായും ദൈവപ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു എനർജി പ്രസൻസ് അവിടെ ഉണ്ട്. അതിന് ശേഷം ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിന് ശേഷം ഇത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, അത് പബ്ലിക് റോഡാണ്. അപ്പോൾ ആ സൈഡിൽ കൂടെ പോകാൻ തന്നെ കാരണം ഒരു എനർജി പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യും. ഈ 12 മണി 1 മണി അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിന് ശേഷമായിരിക്കും. നമ്മളൊന്നും ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു എൻ്റെ വില്ലേജിലാണെങ്കിലും എൻ്റെ ഗ്രാമത്തിലാണെങ്കിലും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു ചെറയാണ്. മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നു, ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയങ്ങളിൽ അവിടെ പല പല ടൂൾസ് ഉണ്ട്. അതായത് ക്രോമോ ഫോട്ടോഗ്രാഫി, പല സംഭവങ്ങളുണ്ട്. അതായത് ഈ എനർജി സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്ത് പോകുന്നു എന്ന് വെച്ചോളൂ കാറിൽ. ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും ബ്രിഡ്ജ് എൻഡ് ചെയ്യുന്ന ഭാഗത്തും ഒരു ഡാർക്കൻ ഏരിയാസ് ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് പലരും പറയുന്നത് ഈ ഒരു ബ്രിഡ്ജ് കയറുന്ന സമയത്തും ബ്രിഡ്ജ് ഇറങ്ങുന്ന സമയത്തും അവിടെ എനർജി സോഴ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാർക്കൻ ഏരിയാസ് എവിടെയുണ്ടോ അവിടെ എനർജി സോഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ അവിടുത്തെ നിന്നൊരു കുട്ടി ഷെയർ ചെയ്തതാണ്. അത് ഹോസ്പിറ്റലിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോർച്ചറിൻ്റെ അതിൻ്റെ അടുത്തെന്തോ ആണ് ഈ ICU കാഷ്വാലിറ്റി എന്തോ ഉള്ളത്. അപ്പോൾ അന്ന് അഡ്മിറ്റ് ആയൊരു ചേച്ചിയായിരുന്നു. സീരിയസ് ആയിട്ട് അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്തോ മാറ്റി. അപ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടേക്ക് പ്രവേശനമില്ല, പുറത്തുനിന്ന് ഒരാൾക്ക് പ്രവേശനമില്ല. അവിടുത്തെ ഹെഡ് ഡ്യൂട്ടീസ് ഉള്ള നേഴ്സസിനും അല്ലെങ്കിൽ സീനിയർ ഡോക്ടേഴ്സിനും മാത്രം പ്രവേശനമുള്ള സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ നൈറ്റ് ടൈമാണ്, നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ആരോ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവിടേക്ക് ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി നോക്കുന്ന സമയത്ത് അന്ന് ഇവിടുന്ന് മാറിയ എനിക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയ ആ ഒരു കുട്ടി ഇങ്ങനെ പ്രഗ്നന്റ് ലേഡി ആയിരുന്നു. അവരിങ്ങനെ മുടി അഴിച്ചിട്ട് ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇവിടുന്ന് പോയ ഒരാളാണ്, ഇവിടുന്ന് അത്യാസന്നമായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. ആ ആളാണ് അവിടെ ഇരിക്കുന്നത്. ആ എനർജിക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ആ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പല സോളുകളും പല സ്ഥലങ്ങളിലേക്ക് വിട്ടു പോകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള സ്ഥലങ്ങളിലൂടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ അതിലൊരു എക്സാമ്പിൾ ആയിരിക്കാം ഇത്. മിക്ക ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു ഡോക്ടറിനെയോ ഒരു നഴ്സിനെയോ വിളിച്ച് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. പലരും പറയും, പലരും പറയില്ല. പിന്നെ അതുപോലെ പല ലിഫ്റ്റിലും കയറുമ്പോൾ 13 എന്ന നമ്പർ കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും ഒബ്സർവ് ചെയ്താൽ മതി. ഏത് ലിഫ്റ്റിൽ കയറിക്കോളൂ 1 2 3 4 13 നമ്പർ കാണില്ല. ഇൻഫിനിറ്റി അങ്ങനെ പല രീതിയിൽ പറയും. ഞാനെക്കുറിച്ച് പറയാൻ ഒരു ആധികാരികമായിട്ട് ഞാൻ അറിവല്ല. പക്ഷേ എന്നാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ നമ്പർ ഇല്ലാത്തത്. എന്നാൽ അങ്ങനെ ഒരു ഫ്ലോർ ഇല്ലേ? ഫ്ലോറുണ്ട്.